Hi friends, welcome to Simis kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സേമിയ പായസം ആട്ടോ. അപ്പോൾ നമ്മൾ സേമിയ പായസം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വൈറ്റ് കളറിലെ സേമിയ പായസം അല്ലേ, നമ്മൾ പശുപാലൊക്കെ ചേർത്തിട്ടുള്ള സേമിയ പായസം. പക്ഷെ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടാട്ടോ. അതിൽ ഒരു തേങ്ങാപ്പാലും ശർക്കരയൊക്കെ ചേർത്തിട്ടുള്ള ഒരു സേമിയ പായസം ഉണ്ടാക്കുന്നത്. സേമിയ പായസം ആയതുകൊണ്ട് നമുക്കിത് വളരെ എളുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1 കപ്പ് വെർമിസെല്ലി, തേങ്ങാപ്പാൽ വേണം. തേങ്ങാപ്പാൽ 1/3 കപ്പാണ് ഒന്നാം പാല്, 2.25 കപ്പ് രണ്ടാം പാല്, 2.25 കപ്പ് മൂന്നാം പാല്, കശുവണ്ടി, മുന്തിരി, നെയ്യ്, 6 ഏലക്ക, കുറച്ച് എള്ള്, ഒരു നുള്ള് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി വേണ്ടത് ശർക്കര 1 കിലോ. ഇത് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഉരുക്കിയെടുത്താണ്. ഞാനൊരു ഉരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യിലേക്ക് കശുവണ്ടി ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കശുവണ്ടി ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആകണം കേട്ടോ, അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. കശുവണ്ടി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. എള്ള്, ഇനി ഇത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. ഇത് നെയ്യിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത വെർമിസെല്ലി തന്നെയാണ്, പക്ഷെ എന്നാലും ഞാൻ ചെറുതായിട്ട് ഒന്നും കൂടെ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. വെർമിസെല്ലി റോസ്റ്റ് ആയിട്ടുണ്ട്. ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടാണ്, ഒന്നും കൂടെ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മൂന്നാം പാൽ ചേർക്കാം. ഇനി ഈ സേമിയ ഈ മൂന്നാം പാലിൽ കിടന്നിട്ട് വേണം ഒന്ന് വെന്ത് വരാനായിട്ട്. തീ ഒന്ന് കൂട്ടി വെക്കാം, അതൊന്ന് തിളച്ച് വരട്ടെ. അട വേകുന്ന കണക്ക് അത്രയും ടൈം വേണ്ട സേമിയ വേകാനായിട്ട്. സേമിയ പെട്ടെന്ന് തന്നെ വേകും കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലൊന്ന് തിളച്ചിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വെക്കാം. ഇനി ചെറിയ തീയിൽ കിടന്നിട്ട് വേണം ഇത് വേകാനായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഉരുളി ആയതുകൊണ്ട് ഭയങ്കര ചൂടായിരിക്കും. അപ്പം നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കാം. നമ്മുടെ സേമിയ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു 3/4 വേവായിട്ടുണ്ട് കേട്ടോ സേമിയയുടെ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് രണ്ടാം പാലാണ്. അത് ഫുൾ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. ഈ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ശർക്കര ചേർക്കാം. ശർക്കര ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ സേമിയ നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ സേമിയ വേഗത്തില്ല. ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ. എനിക്കിത് കുറച്ച് തിക്കായിട്ട് തോന്നിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്തത്. ചേർക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കാൻ നോക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരണത്. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത്, അപ്പം ഇതിപ്പോൾ സേമിയ നന്നായിട്ട് വെന്തു തോന്നുന്നു, നോക്കട്ടെ. സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ ചേർക്കാവുന്നത് ശർക്കരയാണ്. ശർക്കര ചേർത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് വലിയ കളറില്ലാത്ത ശർക്കര കേട്ടോ, അതാ പായസത്തിന് ഈ കളറ്. ഇതിലേക്ക് ചേർക്കുന്ന 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതൊന്ന് തിളച്ചിട്ടൊന്ന് കുറുകി വരണം. ഇതിലൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ഡാർക്ക് കളറിലെ ശർക്കര ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ, നല്ല കളറായിരിക്കും. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തില്ലേ, അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചേർത്തേക്കുന്ന ശർക്കരയ്ക്ക് കുറച്ചും കൂടെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ശർക്കരയ്ക്ക് കളർ കുറവാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കളർ കിട്ടും.
എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഡാർക്ക് ബ്രൗൺ കളറൊന്നും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാരേനെ ഒന്ന് കാരമലൈസ് ചെയ്യണം. അപ്പോൾ പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്താലും മതി. ഇപ്പം തന്നെ കണ്ടില്ലേ പഞ്ചസാര ചേർത്തപ്പോൾ അതിനൊരു കളർ വന്നു, ഒരു കുറച്ചും കൂടെ ഒരു ഡാർക്ക് കളറായിട്ടുണ്ട്. ഇതൊന്ന് നല്ല തിളച്ച് ഒന്ന് കുറുകി ഒന്ന് വരട്ടെ കേട്ടോ. ഇതിപ്പോൾ തിളപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വെന്തു. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റത്തെ കാര്യങ്ങൾ ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 1-ാം പാലാട്ടോ. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ വെള്ളം ചേർക്കാണ്ട് പിഴിഞ്ഞെടുത്തേക്കണ തനിപ്പാല. ഇത് ചേർത്തതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യണേണ്. ഇനിയിപ്പോൾ ഈ പാത്രത്തിനൊരു ചൂടുണ്ടല്ലോ, ആ ചൂടിൽ കിടന്നിട്ട് ഇത് വെന്തച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഞാൻ ഏലക്ക പൊടിച്ചു വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. ഏലക്ക മിക്സിയിലിട്ടിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പൗഡർ പോലെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ഏലക്ക ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി, മുന്തിരി, പിന്നെ എള്ള്, അത്രയും സാധനം കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇതിന് ഈ പാത്രത്തിൽ ഇരുന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുറുകി വരും. ഇത് നല്ല വെയിറ്റുള്ളൊരു പാത്രമുള്ളൂ, അപ്പോൾ നല്ല ചൂടും ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഇത് എടുക്കുന്നുള്ളൂ കേട്ടോ ഇനി. അപ്പോൾ 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സേമിയ പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പശുമ്പാൽ ചേർത്തിട്ടല്ലേ ഉണ്ടാക്കില്ലേ. അപ്പോൾ അതിന് പകരമായിട്ട് ഒന്ന് വെറൈറ്റി ആയിട്ട് തേങ്ങാപ്പാലും ശർക്കരയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അപ്പോൾ നമ്മൾ ഈ വിഷുവിന് ഇപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു സേമിയ പായസം ഉണ്ടാക്കുക കേട്ടോ. ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്